ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, നമ്മളൊരു വീക്ക്ലി പർച്ചേസ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. മിക്കതും കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ, എങ്ങനെയുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ വേണ്ടയോ, കുക്കിംഗ് വീഡിയോ തന്നെ മതിയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ്, മെയിനായിട്ട് ഫുഡ് ഐറ്റംസിൻ്റെ പർച്ചേസാണ്. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, അങ്ങനത്തെ ഐറ്റംസ്. വ്ളോഗ് കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. ഈ ടൈമിലാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആ ടൈമിലാവുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ചൂട് കുറവുണ്ടാവുമല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ടൈമാണ് പ്രിഫർ ചെയ്യുക മിക്കപ്പോഴും. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാർക്കറ്റ് വരുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സൂക്ക്, അൽ ജുബൈൽ, ഇതിന് എൻ്റെ അറിവിൽ 2 ബ്രാഞ്ചസാണ്. ഒന്ന് ദെയ്ദിൽ, പിന്നെ മെയിൻ ബ്രാഞ്ച് വരുന്നത് ഷാർജയിലാണ്. ഷാർജ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ് ഈ സൂക്ക് അൽ ജുബൈൽ. 78,000 സ്ക്വയർ മീറ്റേഴ്സിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷ്, അതുപോലെ തന്നെ മീറ്റ്, ഇത്രയും സെക്ഷൻസാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് മീനിൻ്റെ വെറൈറ്റികളൊന്നുമില്ല. മെയിനായിട്ട് ശേരി ഉണ്ട്, അതുപോലെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഫിഷുകൾ തന്നെയാണ് കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. ഈ വീക്ക് ഗ്രിൽ ചെയ്യാനൊന്നും പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഈ മീൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുപോകുന്ന മീനാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളുടെ മൈൻഡിൽ കറി വയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമായതുകൊണ്ട് ആ കൗണ്ടറിൽ നിന്ന് നമുക്കൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത കൗണ്ടറിലേക്ക് പോയി. അവിടെയും ഏകദേശം സെയിം അവസ്ഥ തന്നെയാണ്. ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് കൂടുതലും ചാള, അയിലൊക്കെ കിട്ടാറുള്ളത്. പക്ഷേ പ്രതീക്ഷിച്ച മാതിരി ഒന്നും ഉണ്ടായില്ല. ചാള ചെറിയ ടൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ കൂന്തളായാലും അത് ഫ്രീസ് ചെയ്തിട്ടുള്ള കൂന്തള, അപ്പം പിന്നെ അതും വാങ്ങിച്ചില്ല. പിന്നെ ഇത് അയിലയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എനിക്ക് തോന്നുന്നു അയിലപ്പാരോ അങ്ങനെ എന്തോ അതിൻ്റെ ചെറിയ കുട്ടി ടൈപ്പ് എന്തോ ആണ്. പിന്നെ കുടുത കുഴപ്പമില്ല, റേറ്റും കുറവായിരുന്നു കുടുതയ്ക്ക്. പക്ഷേ കുടുത വാങ്ങാൻ നമുക്ക് പ്ലാനില്ല. പിന്നെ ഉണ്ടായിരുന്നത് മുള്ളുവാളയാണ്. മുള്ളുവാള നമ്മളങ്ങനെ വാങ്ങാറുമില്ല. അപ്പോൾ ആ കൗണ്ടറിനോടും നമ്മൾ ടാറ്റ പറഞ്ഞു. പിന്നെ അടുത്ത കൗണ്ടറിലേക്ക് പോവാണ്. അപ്പോൾ ഈ കൗണ്ടറിൽ നിന്ന് അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് എപ്പോഴും ഈ അക്വേറിയം കാണാറ്. ഒരുപാട് കുഞ്ഞു മീനുകൾ ഇതിലുണ്ട്. നല്ല രസമാണ് കണ്ടു നിൽക്കാൻ. അപ്പോൾ കുറച്ച് നേരം എപ്പോഴും വന്നാലും ഇത് നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഫിഷ് ടാങ്കാണ്. ഇനി നമ്മൾ പോകുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കൂടുതലും ചെമ്മീൻ, കൂന്തൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടാറ്. ഈ കൗണ്ടറിൽ നിന്നാണ്. പക്ഷേ ചെമ്മീൻ ഇപ്രാവശ്യം നല്ല വിലയുണ്ട്. ഇത് കൂടുതലും ഫാം റൈസ്ഡ് ആയിട്ടുള്ള പ്രോൺസാണ്, അല്ലാതെ നമ്മുടെ കടലിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. വല്ലപ്പോഴും മാത്രമേ അങ്ങനത്തെ പ്രോൺസ് നമുക്ക് കിട്ടാറുള്ളൂ. പിന്നെ ഇവിടെ കൂന്തളുണ്ട്, 2 ടൈപ്പ് കൂന്തളുണ്ട്, അതുപോലെ ഞണ്ടുണ്ട്, 2 ടൈപ്പ് ആവോലിയും ഉണ്ട്, ലോബ്സ്റ്ററും ഉണ്ട്. ആവോലി വെള്ളയും കറുപ്പും ഉണ്ട്. കറുത്ത ആവോലിക്ക് വില കുറവുമാണ്, വെള്ള ആവോലിക്ക് വില കൂടുതലുമാണ്. പക്ഷേ എനിക്കപ്പോഴും ടേസ്റ്റ് തോന്നാറ് കറുത്ത ആവോലി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്നൊന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ആവോലി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ആവോലി ധാരാളമാണ്.
ചെയ്തിട്ട് അവർ അതിനുള്ള എമൗണ്ടിന് നമുക്ക് ബില്ല് ചെയ്ത് തരും. അത് നമുക്ക് കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് ബില്ല് പേ ചെയ്യാം. പിന്നെ ഈ കാണുന്നതൊക്കെ പൂമീൻ, അതുപോലെ ഹമൂർ, പിന്നെ വലിയ ടൈപ്പ് ശേരിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ വറ്റ പോലത്തെ വേറെ എന്തോ ഒരു മീനാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഫിഷ് മാർക്കറ്റിൽ നിന്ന് അപ്പോൾ നമുക്ക് ആകെ ആവോലി മാത്രമാണ് കിട്ടിയത്. വലിയ ടൈപ്പ് സ്രാവും ക്യാരൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫ്രഷാണ് കേട്ടോ, അല്ലാതെ മോശം പറയാനൊന്നുമില്ല. നല്ല മീനുകൾ തന്നെയാണ് നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആവോലിയുടെ ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ ഒട്ടും ഫിഷിൻ്റെ സ്മെല്ലോ മീറ്റിൻ്റെ സ്മെല്ലോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അത്രയും നീറ്റാണ്. UAE എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് വാങ്ങാനുള്ളത് കുറച്ച് വെജിറ്റബിൾസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലേക്ക് പോവാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതുപോലെ അപ്പുറത്ത് തന്നെ ഒരു ബേക്കറി സെക്ഷനും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മെയിനായിട്ട് വാങ്ങാനുള്ളത് നേന്ത്രപ്പഴം മാത്രമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ളത് തലാലിലേക്കാണ്. ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങളധികം വെജിറ്റബിൾസ് വാങ്ങാറില്ല. മെയിനായിട്ട് വാങ്ങാറ് ചെറിയ ഉള്ളി, നേന്ത്രപ്പഴം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലാലിൽ അല്ലെങ്കിൽ ലുലുവിൽ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങാറ്. ആ കാണുന്ന സ്ട്രെയിറ്റ് കാണുന്ന ഏരിയയിലാണ് ഇവിടുത്തെ മീറ്റ് സെക്ഷൻ വരുന്നത്. അതായത് ഫ്രഷ് ആയിട്ടുള്ള ആടിനെയും അതുപോലെ കോഴി അതൊക്കെ അവിടെയാണ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും. ഇപ്രാവശ്യം നമുക്ക് അവിടെ നിന്നൊന്നും വാങ്ങാനില്ലാത്ത കാരണം അങ്ങോട്ട് പോയില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അൽ സഫീർ ഹൈപ്പർ മാർക്കറ്റ്. പക്ഷെ നമ്മളവിടെ അങ്ങനെ പോകാറില്ല. അവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ് എപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ അവിടെ പോകാറുള്ളൂ. ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് തലാലിലേക്ക് പോവാം. ഇപ്പോൾ ഇത് നമ്മൾ പോയത് വീക്കെൻഡിലൊന്നും അല്ലാത്തതുകൊണ്ട് ഒട്ടും തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ തലാലിൻ്റെ പാർക്കിങ്ങൊക്കെ ഫുള്ളായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല, ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടി നല്ല ക്യൂ ആയിരിക്കും തലാലിൽ. ഫ്രൈഡേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിങ് മൊത്തം ഫില്ലായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ചിക്കൻ്റെ ഒരു പാക്കറ്റ് എടുത്തു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. അല്ലാണ്ട് ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും നമുക്ക് വാങ്ങാനുണ്ടായിരുന്നില്ല. ഒരുപാട് ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ അല്ല. അതുപോലെ ഒരുപാട് ഷേക്കായിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഞാൻ ട്രൈപോഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ടൈമിൽ. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഷോപ്പിംഗ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.